പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, വിശേഷിച്ചും മധ്യ തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു പേരാണ് സഖാവ് പി.കെ. ചന്ദ്രാനന്ദൻ. PKC എന്ന മൂന്നക്ഷരം ധീരതയുടെയും അതേസമയം സൗമ്യതയുടെയും സുതാര്യതയുടെയും പ്രതീകമായാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അറിയപ്പെടുന്നത്. PKC പുന്നപ്രവയലാർ സമരനായകനായിരുന്നു. CP-യുടെ ചോറ്റുപട്ടാളത്തിനു നേരെ നേർക്കുനേർ പോരാടിയ ധീരനാണ്. പിന്നീട് ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ബഹുജന പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ ജീവിതം ഒഴിഞ്ഞുവെച്ചു. PKCയെ പറ്റി ഞാൻ അധികം പറയേണ്ടുന്ന കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ജനപ്രതിനിധിയായി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും പേര് ജനങ്ങൾക്കിടയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധിച്ച ആളാണ്. PKCയുടെ ജീവിതം പകർത്തിവെക്കാൻ പലപ്പോഴും പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തന്നെക്കുറിച്ച് പറയുന്നതിൽ അദ്ദേഹം വിമുഖനായിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഒരു പുന്നപ്രവയലാർ സമര ദിനത്തിന് തൊട്ടടുത്ത് അദ്ദേഹം ദീർഘമായി എന്നോട് സംസാരിക്കുകയുണ്ടായി. അതെല്ലാവർക്കും വലിയ അതിശയമായിരുന്നു. ഏതാണ്ടൊരു 2-3 മണിക്കൂർ ആലപ്പുഴയിലെ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലിരുന്നു കൊണ്ട്, അന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം ഉച്ചഭക്ഷണം പോലും ഉപേക്ഷിച്ചുകൊണ്ട് കുറേ നേരം എന്നോട് സംസാരിച്ചു. ഏതാനും മണിക്കൂറുകൾ സംസാരിച്ചു. ഒടുവിൽ അവിടെ ഓഫീസിലുണ്ടായിരുന്നവർക്ക് കുറച്ച് ആശങ്കയുണ്ടായി. കാരണം അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട്. അങ്ങനെ ഒരു സന്ദർഭം ഒഴിച്ചാൽ പലപ്പോഴും അദ്ദേഹം തൻ്റെ ജീവിതം പറയുന്നതിൽ വിമുഖത കാണിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് ആ സംസാരം ദേശാഭിമാനിയിൽ വളരെ ദീർഘമായൊരു ഫീച്ചറായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി, ഓർമ്മയിൽ ഇപ്പോഴും ആ പോർമുഖം എന്ന പേരിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമഗ്രമായി പ്രതിപാദിക്കുന്നൊരു പുസ്തകം നമുക്ക് ലഭിച്ചിരിക്കുന്നു. PKC സമരപഥങ്ങളിലെ ചന്ദ്രകാന്തം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. PKCയുടെ മൂത്ത മകൾ ശ്രീമതി ഉഷാ വെൺപാല, ഞങ്ങളൊക്കെ ഉഷച്ചേച്ചി എന്ന് വിളിക്കുന്ന ഉഷാ വെൺപാലയാണ് ആ ഒരു ശ്രമകരമായ ദൗത്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. 2 ഭാഗങ്ങളുള്ള ഒരു പുസ്തകമാണത്. ഒന്ന്, ഉഷച്ചേച്ചി തന്നെ തൻ്റെ പിതാവിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, കുടുംബ അംഗങ്ങളുമായുള്ള ബന്ധം മുതൽ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ ഏതാണ്ട് 60-ലധികം പ്രമുഖരായിട്ടുള്ള ആളുകൾ PKCയെ ഓർക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മുതൽ രാഷ്ട്രീയമായി എതിർചേരിയുള്ള ആളുകൾ വരെ അതിൽ എഴുതിയിട്ടുണ്ട്. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എഴുതിയിട്ടുണ്ട്. അന്തരിച്ചു പോയ CPM-ൻ്റെ നേതാവ് സഖാവ് സീതാറാം യെച്ചൂരി, അതുപോലെ പ്രകാശ് കാരാട്ട് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. സീതാറാം യെച്ചൂരിയുടെ ലേഖനത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും സവിശേഷമായ മനുഷ്യത്വത്തിൻ്റെതായൊരു മുഖത്തെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി, അത് എപ്പോഴും റീറ്റെയിൻ ചെയ്തൊരു വ്യക്തി എന്നാണ് PKCയെ വിശേഷിപ്പിക്കുന്നത്. എല്ലാവർക്കും അനുകരിക്കാവുന്ന കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൻ്റെ മാതൃക എന്നാണ് പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അന്തരിച്ചു പോയ പ്രിയങ്കരനായ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ഒട്ടേറെ ആളുകൾ അതിൽ എഴുതിയിട്ടുണ്ട്. KR മീരയെ പോലെയുള്ള എഴുത്തുകാർ PKCയെ അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ PKCയുടെ ചില ചിത്രങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ സമഗ്രമായി PKCയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണിത്. 400 പേജുള്ള വലിയ പുസ്തകമാണ്. കൊല്ലത്തെ പ്രമുഖ പ്രസാധകരും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മുൻ നേതാവുമൊക്കെയായിരുന്ന വിനോദ് നേതൃത്വം കൊടുക്കുന്ന റെസ്പോൺസ് ബുക്സാണ് അത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ചരിത്രരേഖയായി നമുക്ക് ആ പുസ്തകത്തെ പരിഗണിക്കാം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന ആളുകൾക്കും അതുപോലെ ഗവേഷകർക്കുമൊക്കെ തന്നെ വളരെ വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ് PKC സമരപഥങ്ങളിലെ ചന്ദ്രകാന്തം എന്ന വളരെ മനോഹരമായ തലക്കെട്ടുള്ള ആ പുസ്തകം.